So നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. For the circuit of figure, find the voltage labeled at V at t equal to 200 millisecond. V എവിടെയാണ്? V ഈ 40 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. ഇതൊരു ട്രാൻസിയൻസിലെ ക്വസ്റ്റ്യൻ ആണ്. സോ ട്രാൻസിയൻസിൽ നമ്മൾ എങ്ങനെയാ ചെയ്യുക? t equal to 0 മൈനസിലുള്ള സർക്യൂട്ടും ഇമാജിൻ ചെയ്യുക, ലൈക്ക് t ഗ്രേറ്റർ ദാൻ 0ലുള്ള സർക്യൂട്ടും ഇമാജിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അത് സോൾവ് ചെയ്യാം. ഓക്കെ, ഈ ഒരു സ്വിച്ച് എങ്ങനെയാണ്? ഈ ഒരു സ്വിച്ചിന്റെ പൊസിഷൻ നോക്കിയേ. t equal to 0ല് സ്വിച്ച് ഇങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ t equal to 0ല് സ്വിച്ച് ഓപ്പൺ ആവുകയാണ്. അതായത് അത്ര നേരം അടഞ്ഞിരുന്നൊരു സ്വിച്ച് ഇത് ഇങ്ങോട്ട് വന്നാൽ അടഞ്ഞിരിക്കുക, സ്വിച്ച് ക്ലോസ് ആണ്. ഇത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ സ്വിച്ച്, അതായത് ഇത് കണ്ടോ, ഡയറക്ഷൻ പുറത്തോട്ടാണ്, അപ്പൊ സ്വിച്ച് ഓപ്പൺ ചെയ്യാണ്. ഈ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത് ഈ സ്വിച്ച് എന്ത് ചെയ്യാണ്? പുറത്തോട്ട് അകന്ന് മാറുകയല്ലേ. ഈ രണ്ട് പോയിന്റിന്റെ ഇടയ്ക്ക് ഈ ഒരു സ്വിച്ച് വന്നാലാണെങ്കിൽ സ്വിച്ച് ക്ലോസ്ഡ്, കറണ്ട് ഫ്ലോ ഈ ഒരു പോർഷൻ ഈ സർക്യൂട്ടുമായിട്ട് കണക്റ്റഡ് എന്ന് പറയും. ഇവിടെ t equal to 0ല് എന്താ സംഭവിക്കുന്നേ? ഇത് അകന്ന് മാറുക. സോ t equal to 0ല് സ്വിച്ച് ഓപ്പൺ ആവുകയാണ്. t equal to 0ല് സ്വിച്ച് ഓപ്പൺ ആവുകയാണ്. അപ്പൊ 0ന് മുന്നേ എന്തായിരിക്കണം? സ്വിച്ച് ക്ലോസ്ഡ് ആയിരിക്കും അല്ലെ? t equal to 0 വരെ സ്വിച്ച് ക്ലോസ്ഡ് ആണ്. t equal to 0ലാണ് സ്വിച്ച് ഓപ്പൺ ആവുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ സർക്യൂട്ടില് ഇപ്പോ മൈനസ് ഇൻഫിനിറ്റി മുതലുള്ള കേസ് നമ്മൾ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ ടൈം ഇങ്ങനെ പലതിൽ ഡിവൈഡ് ചെയ്തിട്ട് മൈനസ് ഇൻഫിനിറ്റിയിൽ നോക്കി, 0 മൈനസിൽ നോക്കി, 0ലും 0 പ്ലസിലും നോക്കി, എന്നിട്ട് ഇൻഫിനിറ്റിയിൽ നോക്കും. പിന്നെ നമ്മൾ പറയും സ്റ്റഡി സ്റ്റേറ്റില് ഇൻഡക്ടർ ഷോർട്ട് സർക്യൂട്ട് ആണ്, കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. t equal to മൈനസ് ഇൻഫിനിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് t is equal to 0 മൈനസിൽ ഉള്ള കണ്ടീഷൻ ആണ് വരയ്ക്കേണ്ടത്. അപ്പൊ മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 മൈനസ് വരെ ഒരു പോർഷൻ ആണ്. പക്ഷെ ഒരു ഡിഫറൻസ് വരുന്നത്, മൈനസ് ഇൻഫിനിറ്റി മുതലേ സർക്യൂട്ട് ഇങ്ങനെയാണ്. അപ്പൊ t equal to 0 മൈനസിലാവുമ്പോൾ ഇവിടെ വെച്ച് തുടങ്ങിയ ഒരു കാര്യം ഈ 0 മൈനസിലാവുമ്പോൾ ടൈം ഇങ്ങനെ കൂടുമ്പോൾ സ്റ്റഡി സ്റ്റേറ്റിൽ എത്തുമെന്ന് മാത്രമാണ് ഡിഫറൻസ്. അപ്പൊ t equal to 0 മൈനസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡക്ടർ ഉണ്ടെങ്കിൽ അതിനെ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് റീപ്ലേസ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ t equal to 0 മൈനസിൽ സർക്യൂട്ട് നമുക്ക് വരയ്ക്കാം. t equal to 0 മൈനസിൽ സർക്യൂട്ട് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മളോട് വി അല്ലേ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇൻഡക്ടറിന്റെ കറണ്ടും കാര്യങ്ങളൊക്കെ കിട്ടി വി കണ്ടുപിടിക്കാൻ പറ്റും നമ്മുടെ ബേസിക് സർക്യൂട്ട് ഇക്വേഷനിൽ. അപ്പൊ t equal to 0 മൈനസിൽ നമുക്ക് ഈ സർക്യൂട്ട് വരയ്ക്കാം. 40 ഓം ഇവിടെ പ്ലസ് ഓർ മൈനസ് V0 മൈനസിന് പേര് കൊടുക്കാം. അപ്പോ V equal to 0 മൈനസിൽ സ്വിച്ച് ക്ലോസ്ഡ് ആണ് അല്ലെ? 0ലാവുമ്പോഴാണ് സ്വിച്ച് ഓപ്പൺ ആവുന്നത്. അപ്പൊ t equal to 0 മൈനസിൽ സ്വിച്ച് ക്ലോസ്ഡ് ആണ്. ഇൻഡക്ടർ എന്തായിരിക്കും? മൈനസ് ഇൻഫിനിറ്റി മുതൽ ഈ സർക്യൂട്ട് ഇങ്ങനെയാണ്. അപ്പൊ 0 മൈനസ് ആവുമ്പോഴേക്കും ഇത് സ്റ്റഡി സ്റ്റേറ്റ് എത്തിക്കാണും. ഇത് ഷോർട്ട് സർക്യൂട്ട് ആണ്. ഇത് കൂടെ പോകുന്ന കറണ്ട് എന്താണ്? IL of 0 മൈനസ് ആണ്. ഇവിടെ നോക്ക്, 24 വോൾട്ട് ആണ് അല്ലെ? ഇവിടെ 10 ഓം ഉണ്ട്, ഷോർട്ട് സർക്യൂട്ട് ആണ്. അപ്പൊ IL of 0 മൈനസ് എന്താണ്? ഇവിടെ 24 വോൾട്ട്, ഇതൊക്കെ ഗ്രൗണ്ട് അല്ലെ? ഇത് ഗ്രൗണ്ട്, ഇവിടെ 0 വോൾട്ട്. അപ്പൊ IL of 0 മൈനസ് എന്താണ്? 24/10. അതെത്രയാ? 2.4 ആംപിയർ. പിന്നെ നമ്മൾ ഇൻഡക്ടറിന്റെ ഒരു കാര്യം പഠിച്ചു. ഇൻഡക്ടറിന്റെ കേസിൽ IL of 0 മൈനസ് എന്താണോ അത് ഏതൊരു കണ്ടീഷനിലും, സ്വിച്ചിന്റെ പൊസിഷൻ അല്ലെങ്കിൽ ആ സർക്യൂട്ട് എങ്ങനെ മാറിയാലും IL of 0 മൈനസും IL of 0 പ്ലസും അത് IL of 0യും ഈക്വൽ ആയിരിക്കും. അത് 2.4 ആംപിയർ ആയിരിക്കും. അപ്പൊ നമ്മൾ സർക്യൂട്ടിന്റെ t equal to 0 മൈനസിൽ നമ്മൾ ശരിക്കും നമുക്കൊരു സർക്യൂട്ട് ചോദിച്ചാൽ അതിന്റെ ഗ്രേറ്റർ ദാൻ t equal to 0യിലുള്ള കാര്യമേ നമുക്ക് അറിയേണ്ടത് ആവശ്യമുള്ളൂ. പക്ഷെ കപ്പാസിറ്റർ, ഇൻഡക്ടർ പോലത്തെ എനർജി സ്റ്റോറേജ് എലമെന്റ്സ് ഉള്ളത് കൊണ്ട് ഇൻഡക്ടറിൽ ഇനീഷ്യൽ കറണ്ടും കപ്പാസിറ്ററിൽ ഇനീഷ്യൽ വോൾട്ടേജും ഉണ്ടാവാം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ സർക്യൂട്ട്
ടി ഈക്വൽ ടു 0 മൈനസിൽ വരയ്ക്കുന്നത്. ഇനി നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? ടി ഈക്വൽ ടു 0 എന്തായി? സ്വിച്ച് ഓപ്പൺ ആയി അല്ലെ? അപ്പൊ ഈ 24 വോൾട്ട് സർക്യൂട്ടിന്റെ ഭാഗമല്ല. അതായത് ടി ഈക്വൽ ടു 0 മൈനസിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ സർക്യൂട്ട് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 നമുക്ക് വരയ്ക്കാം. ആ വരയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ടി ഈക്വൽ ടു 0 സ്വിച്ച് ഓപ്പൺ ആയി. ഈ സ്വിച്ച് ഓപ്പൺ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ 24 വോൾട്ട് സർക്യൂട്ടിന്റെ ഭാഗമല്ല, ആ ഡിസ്കണക്ട് ആയി പോവാ. നമ്മുടെ സർക്യൂട്ടിൽ ഇപ്പൊ എന്താ ഉള്ളത്? ഒരു 40 ഓം ഉണ്ട്, ഒരു 10 ഓം ഉണ്ട്, ഒരു ഇൻഡക്ടർ ഉണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ സർക്യൂട്ട് നമുക്ക് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 നമുക്ക് നമ്മുടെ സർക്യൂട്ട് ഒന്ന് വരയ്ക്കാം. അതിങ്ങനെയായിരിക്കും. അതായത് ടി ഈക്വൽ ടു 0 പ്ലസിൽ പ്രത്യേകിച്ച് വരയ്ക്കണം എന്നില്ല. ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 നമുക്ക് ജനറൽ ആയിട്ട് നമ്മുടെ സർക്യൂട്ട് വരയ്ക്കാം. അതെങ്ങനെയായിരിക്കും? ജസ്റ്റ് നമുക്ക് ഇവിടെ ഒരു 40 ഓം ഉണ്ടാവും. അതിന് അക്രോസ് ഉള്ള വി ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഒരു 10 ഓം ഇവിടെ ഉണ്ട്, ഒരു 5 ഹെൻറി ഉണ്ട്. നമ്മുടെ ഇൻഫർമേഷൻ എന്താണുള്ളത്? നമുക്കറിയാം IL ഓഫ് 0 മൈനസ് 2.4 ആംബിയർ ആണ്. നമ്മുടെ സർക്യൂട്ട് ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ഇപ്പൊ ടി ഈക്വൽ ടു 0 ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ടി ഈക്വൽ ടു 0 പ്ലസിലാണെങ്കിൽ പോലും ഈ 24 വോൾട്ട് ഇവിടുന്ന് റിമൂവ് ആയി. പക്ഷെ അത് എന്ത് തന്നെ ആയാലും IL ഓഫ് 0 മൈനസ് IL ഓഫ് 0 പ്ലസ് ആണ്. ആ കാര്യം നമുക്കറിയാം. ഇനി നമുക്ക് എന്താ അറിയേണ്ടത്? IL ഓഫ് ഇൻഫിനിറ്റി അറിയണം. ഇപ്പൊ ടൈം ഗ്രേറ്റർ ദാൻ 0, ടൈം ടി ഈക്വൽ ടു 0 മൈനസില് 0 മൈനസിലും 0 പ്ലസിലും ഒക്കെ ഒരു 2.4 ആംബിയർ നമ്മുടെ സർക്യൂട്ടിൽ ഉണ്ട്. അത് നമ്മുടെ ടി ഈക്വൽ ടു 0 മൈനസിലുള്ളതിന്റെ ബാക്കിയാണ്. പക്ഷേ ഈ ടൈം ഗ്രേറ്റർ ദാൻ 0 നമ്മുടെ സർക്യൂട്ട് ഒരു സോഴ്സ് ഫ്രീ സർക്യൂട്ട് ആയിട്ട് മാറും. ഇപ്പൊ നമ്മുടെ സർക്യൂട്ടിൽ ഒരു 40 ഓം റെസിസ്റ്റർ ഉണ്ട്, 10 ഓം റെസിസ്റ്റർ ഉണ്ട്, ഒരു ഇൻഡക്ടർ ഉണ്ട്. ഇതിനെ നിലനിർത്താനായിട്ടുള്ള സോഴ്സ് ഒന്നുമില്ല. നമ്മുടെ ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു കറണ്ടിൽ മാത്രമാണ് ഇത് ആദ്യം റൺ ചെയ്ത് തുടങ്ങിയത്. പക്ഷെ IL ഓഫ് ഇൻഫിനിറ്റി ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു സോഴ്സ് ഫ്രീ സർക്യൂട്ട് ആയിട്ട് മാറും. ഇത് ടി ഈക്വൽ ടു 0 തന്നെ ഒരു സോഴ്സ് ഫ്രീ സർക്യൂട്ട് ആയിട്ട് മാറി. പക്ഷെ ഇനീഷ്യൽ കറണ്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് IL ഓഫ് 0 പ്ലസ് എന്നുള്ളത് 2.4 ആംബിയർ ആയത്. പക്ഷെ IL ഓഫ് ഇൻഫിനിറ്റിയിൽ എന്താണ്? ടി ഗ്രേറ്റർ ദാൻ 0 എല്ലാം ഇതൊരു സോഴ്സ് ഫ്രീ സർക്യൂട്ട് ആണ്. ഒരു കറണ്ട് സോഴ്സും വോൾട്ടേജ് സോഴ്സും ഒന്നും തന്നെ ഇതിൽ കാണാനില്ല. അതുകൊണ്ട് തന്നെ ഇൻഫിനിറ്റിയിൽ കറണ്ട് ഉണ്ടാവില്ല. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ടൈം കോൺസ്റ്റന്റ് ആണ്. ടൈം കോൺസ്റ്റന്റ് ഒരു സീരീസ് RL സർക്യൂട്ടിൽ എങ്ങനെയാണ്? L/R ഇക്വലന്റ് ആണ്. L എന്താണ്? 5 ഹെൻറി ആണ്. R ഇക്വലന്റ് എന്താന്ന് വെച്ചാൽ, R ഇക്വലന്റ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ L ഇങ്ങോട്ട് മാറ്റുക. 40 ഓമും 10 ഓമും ഇവിടെ ഉണ്ട്. ഈ L മാറ്റുക. എന്നിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? R ഇക്വലന്റ്. ഈ 10 ഉം 40 എങ്ങനെയാ? സീരീസ് അല്ലേ, പാരലൽ അല്ലല്ലോ. കാരണം നമ്മൾ ഈ 5 ഹെൻറി ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് ഇവിടുന്ന് നോക്കുമ്പോൾ ഈ 10 ഉം 40 എന്ന് പറയുന്നത് സീരീസിലാണ്. അപ്പൊ R ഇക്വലന്റ് എന്താ? 50 ഓം ആണ്. അപ്പൊ നമ്മുടെ ടോ എന്താണ്? L/R ഇക്വലന്റ് 5/50 1/10. അപ്പൊ നമുക്കറിയുന്ന നമ്മുടെ ഫേമസ് ഇക്വേഷൻ ഉണ്ട്. കറണ്ട് ത്രൂ എൻ ഇൻഡക്ടർ എനി ടൈം IL ഓഫ് t is equal to IL ഓഫ് ഇൻഫിനിറ്റി പ്ലസ് IL of 0 minus IL of infinity e raised to minus t by tau. IL of infinity 0 അല്ലേ? 0 plus IL of 0 2.4 minus 0 e raised to minus t by 1/10. അപ്പോൾ 10t കിട്ടും. അപ്പൊ നമ്മുടെ IL of t എന്ന് പറയുന്നത് 2.4 e raised to minus 10t ആംബിയർ ആണ്. ഓക്കെ, IL of t എന്ന് പറയാൻ 2.4 e raised to minus 10t ആംബിയർ ആണ്. ഇക്വേഷൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാവും. ഈ t ഈക്വൽ ടു 0 നിങ്ങൾ ഇട്ട് കൊടുത്താൽ 2.4 ആംബിയർ, t ഈക്വൽ ടു ഇൻഫിനിറ്റി ഇട്ട് കൊടുത്താൽ e raised to minus ഇൻഫിനിറ്റി 0 ആയിട്ട് മാറും. നമ്മുടെ ജഡ്ജ്മെന്റിനോട് നമ്മുടെ ജഡ്ജ്മെന്റ് ശരിയാണ്. ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? V ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയേ, എപ്പോഴും IL of t ഡയറക്ഷൻ ഇങ്ങനെ ആയിരുന്നില്ലേ അല്ലെ? IL of t ഇങ്ങോട്ട് വരുന്ന രീതിയിലായിരുന്നില്ലേ? നമ്മുടെ ക്വസ്റ്റ്യനിൽ അങ്ങനെയായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ ആദ്യം t ഈക്വൽ ടു 0 മൈനസിലുള്ള നമ്മുടെ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ്? ഒരു
40 ഓം, പിന്നെ ഇവിടെ ഒരു 24 വോൾട്ട്, പിന്നെ ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ്, എന്നിട്ട് ഇവിടെ ഇൻഡക്ടർ ആയിരുന്നു. അപ്പൊ എപ്പോഴും ഈ ഹയർ പൊട്ടൻഷ്യൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് എന്ന രീതിയിലല്ലേ കറണ്ട് വരുന്നത്. അപ്പൊ എപ്പോഴും ഐ ലോഫ്റ്റിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, ക്വസ്റ്റ്യനിലുള്ള പോലെ ഇങ്ങനെയാണ്. അപ്പൊ ഐ ലോഫ്റ്റ് ഇങ്ങനെ വന്ന് 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 ഇവിടെ വരുമ്പോ ശരിക്കും ക്വസ്റ്റ്യനിൽ കാണിച്ച ഡയറക്ഷൻ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, പക്ഷെ ശരിക്കും കറണ്ട് ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഈ ഡയറക്ഷൻ ആയിരിക്കും. സോ വാട്ട് എവർ വി ഗെറ്റ് എന്ന് പറയുന്നത് അതെന്താ, ശരിക്കും ഈ ക്വസ്റ്റ്യനിലുള്ള ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആണ് ശരിക്കും കിട്ടുന്ന ഡയറക്ഷൻ. കാരണം ഐ ലോഫ്റ്റിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, കാരണം ഐ ഓഫ് 0 മൈനസിലാവുന്ന സമയത്ത് ഈ ഡയറക്ഷൻ ആണ്. അത് തന്നെയാണ് ഐ ഓഫ് 0 പ്ലസിൽ. ആ സെയിം കറണ്ട് ആണ് കുറച്ചു നേരം കഴിഞ്ഞ് പോകുന്നത്, അതായത് ഇത് ഇടയ്ക്ക് വെച്ച് 0 ആവുന്ന വരെ അതാ. അപ്പൊ നോക്ക്, ശരിക്കും ഐ ലോഫ്റ്റ് ഇങ്ങനെ വരുമ്പോ ഒരു റെസിസ്റ്ററിന്റെ ഡ്രോപ്പ് എങ്ങനെയാ, കറണ്ട് വരുന്ന ഡയറക്ഷൻ അതിന് പ്ലസ് അല്ലേ, പക്ഷെ തന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ്. അപ്പൊ ഒന്നും വേണ്ട, വി ഈക്വൽ ടു മൈനസ് കൊടുക്കുക. ഇത് കൂടെയുള്ള വോൾട്ടേജ് എന്താ, റെസിസ്റ്ററിന്റെ അക്രോസിലെ വോൾട്ടേജ് എന്താ, കറണ്ട് അക്രോസ് റെസിസ്റ്റർ ഇൻറ്റു റെസിസ്റ്റൻസിന്റെ വാല്യൂ -40 ഇൻറ്റു ഈ ഐ ലോഫ്റ്റിയുടെ വാല്യൂ 2.4 ഇ റേസ് ടു -10t ആംപിയർ അല്ലേ, സോറി വോൾട്ട് ആയിട്ട് മാറും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര ടൈമിലാണ്, t ഈക്വൽ ടു 200 മില്ലി സെക്കൻഡിലുള്ള വിയുടെ വാല്യൂ ആ ചോദിച്ചിരിക്കുന്നത്. അത് എത്രയാ, വി ഈക്വൽ ടു -40 ഇൻറ്റു 2.4 ഇൻറ്റു ഇ റേസ് ടു -10 ഇൻറ്റു 200 മില്ലി സെക്കൻഡ് അല്ലേ, 200 ഇൻറ്റു 10 റേസ് ടു -3. ഇങ്ങനെ ചെയ്തിട്ട് കാൽക്കുലേറ്ററിൽ തെറ്റാതെ ചെയ്യുക. ഇ റേസ് ടു -10 ഇൻറ്റു 200, ഇ റേസ് ടു -2000 ഇൻറ്റു 10 റേസ് ടു -3, ഇ റേസ് ടു -2 ഇൻറ്റു 10 റേസ് ടു 3 ഇൻറ്റു 10 റേസ് ടു -3. അത് നമുക്ക് -40 ഇൻറ്റു 2.4 ഇൻറ്റു ഇ റേസ് ടു -2000 ബൈ 1000 എന്നുള്ള പോലെ ഇ റേസ് ടു -2. നമുക്ക് കിട്ടുന്ന ആൻസർ -12.99 വോൾട്ട് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് തെറ്റിക്കാതെ ചെയ്യുക. കാൽക്കുലേറ്ററിൽ കറക്റ്റ് ആയിട്ട് ഈ റേസ് ടുവിന്റെ പവർ ഈ യൂണിറ്റ് ഒന്നും മാറാതെ മില്ലി സെക്കൻഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഇട്ടിട്ട് കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ -12.99 വോൾട്ട് ആയിരിക്കും. ഒരു മൈനസ് വരും, കാരണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും നമ്മളുടെ ഡ്രോപ്പ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു സർക്യൂട്ട് ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഐ ലോഫ്റ്റ് ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ ശരിക്കും ഇങ്ങനെ എവിടെയാണ് പ്ലസ് മൈനസ് വരുന്നത്. പക്ഷെ ക്വസ്റ്റ്യനിൽ ഓപ്പോസിറ്റ് ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട, ഒരു മൈനസ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. റെസിസ്റ്ററിന് അക്രോസിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഇൻറ്റു കറണ്ട് ആണ്, 40 ഇൻറ്റു ഐ ലോഫ്റ്റ് ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ട്രാൻസിയൻസിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുക.